എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് സ്വാഗതം. MG സർവകലാശാലയിൽ വൻ അഴിമതി. അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണറിന് പരാതി നൽകി വിദ്യാർത്ഥികൾ. വിജിലൻസ് അന്വേഷണമെന്ന ആവശ്യവും ശക്തമാവുന്നുണ്ട്. 2015-16, 2016-17 അക്കാഡമിക് ഇയറിൽ UGC അംഗീകാരമില്ലാത്ത ഭാരതിയാർ ഉൾപ്പെടെ സർവകലാശാലകൾക്കെല്ലാം തുല്യത നൽകി MG സർവകലാശാല. തുല്യത സംബന്ധിച്ച വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനോട് വിവരാവകാശം വഴി വിദ്യാർത്ഥികൾ ഇങ്ങനെയായിരുന്നു ചോദിച്ചത്. 13/11/2018 തീയതിയിലെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് GOMS നമ്പർ 272/2018/HEDN നമ്പർ ഉത്തരവിലെ 8ാമത്തെ പോയിന്റ് പ്രകാരം 2017 അതാത് യൂണിവേഴ്സിറ്റികൾക്ക് തീരുമാനിക്കുമെന്ന് പറയുന്നു. UGC ഡബ് അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികൾക്ക് അധികാര പരിധിക്ക് പുറത്ത് നടത്തിയ കോഴ്സുകൾക്ക് തുല്യത കൊടുക്കാമെന്ന് ഹയർ എഡ്യൂക്കേഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനോട് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരവായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് UGC ഡബ് അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകളിൽ നിന്നും തുല്യത നൽകാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് യൂണിവേഴ്സിറ്റികളോട് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മറുപടി. ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മറുപടിയാണ്. ഇതുകൊണ്ട് നിന്നില്ല, ഇനി അടുത്ത കാര്യമുണ്ട്. കേരള PSC ചെയർമാൻ ഇറക്കിയ ഉത്തരവിനെ കുറിച്ച് പറയാം. 2015 അധ്യയന വർഷം മുതൽ ഭാരതീയ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ വിദൂര വിദ്യാഭ്യാസ മുഖാന്തരമുള്ള ഡിഗ്രി യോഗ്യതകൾക്ക് UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഡബ് അംഗീകാരമില്ലെന്ന വിവര റിക്രൂട്ട്മെൻറ്റ് വിഭാഗങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം അറിയിച്ചുകൊള്ളുന്നു. വിദൂര വിദ്യാഭ്യാസ മുഖേനയുള്ള യോഗ്യതയുടെ സ്വീകാര്യത നിർണ്ണയിക്കുമ്പോൾ UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഡബ് വെബ്സൈറ്റ് പരിശോധിച്ച് കോഴ്സിന് അംഗീകാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണെന്ന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കാര്യം PSC ചെയർമാനാണ് ഉത്തരവായിട്ട് ഇറക്കിയിട്ടുള്ളത്. അതായത് 2015 അധ്യയന വർഷം മുതലെന്ന് പറഞ്ഞാൽ 2015, 16, 17, 18, 19, 20, 21, 22 അങ്ങനെ പോകും. ഇതുകൂടാതെ കാലിക്കറ്റ് സർവകലാശാല, കണ്ണൂർ സർവകലാശാല, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, കാലടി യൂണിവേഴ്സിറ്റി, മലയാള യൂണിവേഴ്സിറ്റി, മറ്റ് യൂണിവേഴ്സിറ്റികളെല്ലാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ UGC ഡബ് അനുസരിച്ച് മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. MGക്ക് മാത്രം എന്താ ഇവിടെ പ്രത്യേക നിയമം? UGC വയലേഷനാണ് MG സർവകലാശാല നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി UGCയും എല്ലാം ഒറ്റ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. UGC നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് നടക്കാൻ പാടില്ല, അത് ഭരണഘടനാ ലംഘനമാണ്. UGC പറയും പോലെ യൂണിവേഴ്സിറ്റികളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നടക്കാൻ പാടുള്ളൂ, മുമ്പോട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് 2024, 25, 26 സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഇവിടെ ബാക്കി യൂണിവേഴ്സിറ്റികളെല്ലാം UGC റൂൾ അനുസരിച്ച് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. മറ്റു സർവകലാശാലകൾക്കും PSCക്ക് ഉത്തരവ് ഇറക്കാമെങ്കിൽ എന്തുകൊണ്ട് MG സർവകലാശാലയ്ക്ക് ഉത്തരവ് ഇറക്കിക്കൂടാ? ഇവർക്ക് മാത്രം എന്ത് പ്രത്യേകതയാണുള്ളത്? ബാക്കി യൂണിവേഴ്സിറ്റി തുല്യത കൊടുത്തിട്ടുണ്ടെന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും UGC റൂൾ അനുസരിച്ച് അതിന് തുല്യത കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ MGക്ക് മാത്രം ഇവിടെ എന്താണ്? അവർക്ക് മാത്രം കൊമ്പുണ്ടോ? എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന പ്രധാന പോയിൻ്റാണ്. ഇവിടെ MG സർവകലാശാല ഭാരതീയർ ഉൾപ്പെടെ ഇതര സർവകലാശാലയ്ക്ക് 2015, 16, 17 അക്കാഡമിക് ഇയറിൽ നൽകുന്ന തുല്യതാ സർട്ടിഫിക്കറ്റ് കേരള PSCയോ മറ്റ് സർവകലാശാലകളോ അംഗീകരിക്കാൻ പോകുന്നില്ല. കാര്യം എല്ലാവരും ഡബ് അനുസരിച്ചാണ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ നിയമം അനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസ പഠനത്തിനും കേരള PSC വഴിയുള്ള സർക്കാർ നിയമനത്തിനും ഇനി MG യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന തുല്യതാ സർട്ടിഫിക്കറ്റ്, ഭാരതീയർ ഉൾപ്പെടെ സർവകലാശാലകൾക്ക് കൊടുക്കുന്ന തുല്യതാ സർട്ടിഫിക്കറ്റ് അസാധുവാണ്. MG സർവകലാശാലയുടെ കെണിയിൽ പെട്ടിരിക്കുന്നത് പാവപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ വില പോലും ഇല്ലാത്ത സർട്ടിഫിക്കറ്റാണ് വിദ്യാർത്ഥികൾക്ക് MG സർവകലാശാല കൊടുത്തുകൊണ്ടിരിക്കുന്നത്. PSCയിൽ ഉപയോഗമില്ല, ഉന്നത പഠനത്തിന് ഉപയോഗമില്ല, ഒരു ഉപകാരവും ഇല്ല. അതേപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി തന്നെ പറയുന്നു അവർ ഉഡായിപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. വിവരാവകാശ രേഖയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം തെളിവുണ്ട്, തെളിവുകളെല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, തെളിവുകളാണ് എല്ലാം പറയുന്നത്. MG ഉഡായിപ്പ് ആണെന്ന് MG തന്നെ സമ്മതിച്ച് വിവരാവകാശത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഭാരതീയർ ഉൾപ്പെടെ സർവകലാശാലയ്ക്ക് 15-16 തുല്യത നൽകുന്നു എന്നും UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അംഗീകാരമുണ്ടോ എന്നും പരിശോധിക്കുന്നില്ല. UGC ഡബ് അംഗീകാരം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നില്ല ഇവർ. ടെറിട്ടോറിയൽ ഡ്യൂറിസെക്ഷനും പരിശോധിച്ചിട്ടില്ല എന്നും MG തന്നെ പറയുകയുണ്ടായി. രണ്ടാമത്തെ ഒരു പോയിന്റ് വലിയൊരു കാര്യമാണ്. അതായത് MG സർവകലാശാല മുമ്പ് അണ്ണാമലയ്ക്കെതിരെ VC പറഞ്ഞിട്ടുള്ള സാബു തോമസ് കൊടുത്ത ഡിഗ്രി ഇൻവാലിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ എല്ലാവർക്കും തുല്യത വലിച്ചു വാരി കൊടുത്ത് അണ്ണാമല സംബന്ധിച്ച്. അപ്പോൾ അതിലൊരു വിവരാവകാശ രേഖ പ്രകാരം കിട്ടിയ ഒരു കാര്യം കൂടെയാണ് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഉള്ളത് തന്നെ. രണ്ടാമത്, അണ്ണാമലയ്ക്കെതിരെ UGC നോട്ടീസ് ഇറക്കിയപ്പോഴാണ് 2022 മാർച്ചിൽ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അത് മറക്കാൻ പറ്റാത്ത സംഭവം.
നോട്ടീസ് ഇറക്കിയപ്പോൾ MG എല്ലാവർക്കും ഇൻവാലിഡ് എന്ന് പറയുകയും ചെയ്തു. തുല്യതാ സർട്ടിഫിക്കറ്റ് ഇതുവരെ കൊടുത്തു. MG വിവരാവകാശ പറയുന്നത് 2022 മാർച്ച് മുമ്പ് വരെ, നോട്ടീസ് ഇറക്കും മുമ്പ് വരെ UGCയുടെ വെബ്സൈറ്റിൽ നോക്കാതെയാണ് തുല്യതാ സർട്ടിഫിക്കറ്റ് അണ്ണാമല വിദ്യാർത്ഥികൾക്ക് നൽകിയതെന്നാണ് MG സർവകലാശാല പറയുന്നത്. അവർക്ക് UGC എന്താണെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. എന്നുവെച്ചാൽ വെബ്സൈറ്റ് നോക്കാതെയാണ് വിദ്യാർത്ഥികൾക്കെല്ലാം തുല്യത കൊടുത്തത്, അണ്ണാമല വിദ്യാർത്ഥികൾക്ക്. അതായത് MG നൈസായിട്ട് അണ്ണാമല വിദ്യാർത്ഥികളെ പറ്റിച്ചു എന്ന് തന്നെ പറയുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കുക. 27/4/2023 2017 റെഗുലേഷൻ MG സർവകലാശാല ഉത്തരവായിട്ട് ഇറക്കിയത്. അതായത് 26/4/2023 വരെ UGC അംഗീകാരമില്ലാത്ത ടെറിട്ടോറിയൽ ഡ്യൂറിസെക്ഷൻ തെറ്റിച്ച, ഇവിടെ കേരളത്തിൽ വരെ സെൻറ്റർ ഉണ്ടായിരുന്ന, ഫ്രാഞ്ചൈസി ഉണ്ടായിരുന്ന എല്ലാ സർവകലാശാലകൾക്കും, അണ്ണാമല ഒഴിച്ച് എല്ലാ സർവകലാശാലകൾക്കും തുല്യതാ സർട്ടിഫിക്കറ്റ് വാരിക്കോരി MG സർവകലാശാല കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ 2017 റെഗുലേഷൻ വന്ന ശേഷം MG സർവകലാശാല 2017 മുതൽ ഒരു വിദ്യാർത്ഥികൾക്കും, ഇപ്പോൾ ഭാരതീയറായാലും മറ്റ് യൂണിവേഴ്സിറ്റികൾക്കൊന്നും തുല്യതാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. 2017 റെഗുലേഷൻ 2023 മാർച്ച് 27 വന്നിട്ടുള്ളത്. അന്നാണ് അവർ ഇറക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഇത് പറയണം റിപ്പീറ്റായിട്ട്. UGC അംഗീകാരമില്ലാത്ത സർവകലാശാലകളിൽ പഠിച്ചവർക്കെല്ലാം തുല്യത MG കൊടുക്കുകയും ഈ തുല്യത വെച്ച് 10,000 പേർ കേരള PSCയിൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അതായത് ഇതിലൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവർ ഒന്നുകൂടെ ഞാൻ പറയുന്നു, 27/4/2023 റെഗുലേഷൻ്റെ കാര്യം ഇവർ ഇറക്കിയിട്ടുള്ളത് 10,000. ഈ 26/4/2023 വരെ MG തുല്യത കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ തുല്യത ഇത്രയും വർഷത്തിനിടയ്ക്ക് MG കൊടുത്തത്. ഈ തുല്യത വെച്ച് അർഹത ഇല്ലാത്ത ഒരുപാട് പേര്, 10,000 20,000 പേര് PSCയിൽ തുല്യത മാത്രം വെച്ച് ജോലിയിൽ കയറിയിട്ടുണ്ട്. ഇനി കേരള PSCയുടെ കാര്യം എനിക്ക് ഇതിൽ പറയാനുള്ളത്, 25/9/2025 അതായത് സെപ്റ്റംബറിലാണ് PSC ഉത്തരവിറക്കിയിട്ടുള്ളത്, PSC ചെയർമാൻ. അതിനു മുമ്പ് വരെ തുല്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രം, കേരളത്തിലെ ഏതെങ്കിലും തുല്യത മാത്രം മതി സർക്കാർ ജോലി കിട്ടാമെന്ന PSCയുടെ വാക്കുണ്ടായിരുന്നു. അതായത് MGയുടെ കാര്യം തന്നെ എടുത്ത് പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഇവർ റെഗുലേഷൻ 17 റെഗുലേഷൻ വരും മുമ്പ് തന്നെ അപ്പോഴെല്ലാം തുല്യത കിട്ടിയവരെല്ലാം PSCയിൽ വെറും തുല്യതാ സർട്ടിഫിക്കറ്റ് വെച്ച് അയോഗ്യരായിട്ടുള്ളവർ ജോലിയിൽ കയറിയിട്ടുണ്ട്. PSC ഉത്തരവ് ഇറക്കിയത് 25/9/2025 ഈ ഭാരതീയർ ഉൾപ്പെടെ സർവകലാശാലകളെ അംഗീകരിക്കില്ല. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വെബ്സൈറ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ, ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ സർവകലാശാലകൾ അംഗീകരിക്കുന്നു. PSC ചെയർമാൻ ഇറക്കിയത് 25/9/2025 അതിന് മുമ്പ് വരെ അർഹതയില്ലാത്തവർക്കാണ് PSC ജോലി കൊടുത്തതും യൂണിവേഴ്സിറ്റികൾ തുല്യത വലിച്ചു വാരി കൊടുത്തതും. എന്നിട്ട് ഇപ്പം എല്ലാ യൂണിവേഴ്സിറ്റികളും PSCയും UGC റൂൾ അനുസരിച്ചാണ് പോകുന്നത്, ഇത്രയും വിഷയമായപ്പോഴേ. പക്ഷേ MG സർവകലാശാലയുടെ കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മൾ ഒരുപാട് ന്യൂസുകളിൽ കണ്ടതാണ് PSC ഉത്തരവിറക്കിയതും പിന്നെ ഈ കാര്യങ്ങളും, അതുപോലെ യൂണിവേഴ്സിറ്റികളുടെ കാര്യങ്ങളും തുല്യത നിർത്തിയ കാര്യങ്ങളെല്ലാം കണ്ട്. സ്വാഭാവികമായിട്ട് MG സർവകലാശാലയും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ഉറപ്പായിട്ട് 100%. എന്നിട്ടും PSC ഉത്തരവിറക്കിയത് അറിഞ്ഞിട്ടും മറ്റു യൂണിവേഴ്സിറ്റികൾ തുല്യത നിർത്തിയിട്ടും, ഈ എക്സാമ്പിൾ കാലിക്കറ്റ്, കണ്ണൂർ, മറ്റ് യൂണിവേഴ്സിറ്റികളെല്ലാം തുല്യത നിർത്തിയിട്ടും ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് മനഃപൂർവ്വം ഇപ്പോഴും തുല്യത കൊടുത്ത് വിദ്യാർത്ഥികളെ പറ്റിക്കുകയാണ്. അവർക്ക് അറിയാം MG സർവകലാശാലയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്ന തുല്യത വിദ്യാർത്ഥികൾക്ക് പിന്നെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല, അസാധുവായിട്ടുള്ള തുല്യത സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. PSCക്ക് ആയാലും ഉന്നത പഠനത്തിനാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് അവർക്കറിയാം. വെറും പൈസയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികളെ പോക്കറ്റ് അടിച്ചിട്ടാണ് MG സർവകലാശാല ഇരിക്കുന്നത്.